ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇടയിലൊക്കെ ഒരു ഇന്റർവെല് ഗ്യാപ്പ് എന്നുള്ളൊരു ഇടയിലൊക്കെ ഒരു ഗ്യാപ്പും ഇന്റർവെല്ലൊക്കെ കൊടുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പൊന്തി വരുള്ളൂ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പൊന്തി വന്നിട്ടുണ്ട്. ഓൾറെഡി എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. എന്നാൽ കൂടി ഞാൻ പറയാണ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ദിവസമാണ് അല്ലേ. ഇന്നത്തെ ദിവസം പ്രത്യേക ദിവസമാണ്. അതുമില്ലാமல் ഞങ്ങൾക്കും ഒരു പ്രത്യേകത ദിവസമാണ് ഇന്ന്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിയാസിൻ്റെ, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള മിയാസിൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ എന്തായാലും പിറന്നാളിന് വയസ്സ് പറയാൻ പാടില്ല എന്നൊരിതുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ വയസ്സ് ഞാൻ പറയുന്നില്ല. അപ്പോൾ മിയാസിൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ പ്രാവശ്യവും വെക്കേഷന് നാട്ടിൽ പോയിട്ടായിരിക്കും ബർത്ത്ഡേ. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ കൊണ്ടായിട്ട് ഒരേ ഒരു പ്രാവശ്യം അല്ലേ, തേർഡ് ബർത്ത്ഡേ രണ്ടാമത് ബർത്ത്ഡേ ഏതോ ഒരു ബർത്ത്ഡേ മാത്രം ഞങ്ങളിവിടെ സെലിബ്രേഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഇത്ര വയസ്സ് വരെയൊക്കെ നമ്മൾ നാട്ടിലായിരുന്നു സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയിട്ടില്ല. പോവാത്തതിന് കുറച്ച് സിറ്റുവേഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പോവാതിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മിയാസിൻ്റെ ബർത്ത്ഡേ നമ്മളെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് മിയാസിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ. ഈ ഒരു പുതിയ വീട്ടിൽ നമ്മൾ സനാൻ്റെ ബർത്ത്ഡേ ഓൾറെഡി നമ്മൾ കഴിച്ചു. പിന്നെ നമുക്ക് മിയാസിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഓൾറെഡി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളെല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിയാസിന് ഇന്ന് എല്ലാ സംഭവങ്ങളും ഇന്ന് സർപ്രൈസാണ്. നമ്മളൊക്കെ ചെയ്തിട്ട് ആ ഒരു മുഖത്തെ എക്സ്പീരിയൻസ് കാണുന്നതിലൂടെ ഒന്നും പറയാതെ ചെയ്യുന്നതാണ് ഭയങ്കര എക്സ്പീരിയൻസ് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ സെറ്റിങ്സും സർപ്രൈസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡെക്കറേഷൻ മാത്രം സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെയും കൊണ്ട് ഒറ്റക്ക് ബലൂണൊന്നും ഊതാൻ പറ്റൂല. അത് കാരണം കൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ചേർന്നിട്ട് ബലൂണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിലേക്കും ബർത്ത്ഡേ വിശേഷങ്ങളിലേക്കും പോവാം. ഗൈസ്, നമ്മുടെ ഡെക്കറേഷൻ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ രാത്രി ചെയ്തത് കാരണം കൊണ്ട് രാവിലെ നീച്ച് വരുമ്പോൾ ഈ സ്റ്റിക്കറുമെന്ന് ഇതൊക്കെ പൊട്ടിയിട്ട് വരും. അതിൻ്റെ മുന്നേ നമ്മുടെ ബർത്ത്ഡേ ബോയിനെ എല്ലാവരും കണ്ടോളി. ബർത്ത്ഡേ ബോയ് രാവിലെ മദ്രസക്ക് പോകുമ്പോൾ മിഠായി, സ്കൂൾക്ക് എന്തായാലും എത്ര വർഷമായാലും ശരി സ്കൂൾക്ക് എനിക്ക് മിഠായി കൊടുക്കാൻ യോഗമില്ല. കാരണം സ്കൂൾ കൂട്ടുന്ന സമയത്ത് എനിക്ക് ബർത്ത്ഡേ വരുന്ന നേരം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, രാവിലെ അവർക്ക് മദ്രസ ഉണ്ട്. അപ്പൊ രാവിലെ മദ്രസയ്ക്ക് പോകുമ്പോ ഒരു പാക്കറ്റ് മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാന്. ஸ்கூலுக்கு போகும்போது வந்துச்சுன்னா ஸ்கூல்ல பேக்கெட் சாக்லேட்லாம் பிளாஸ்டிக் இது இல்லாம கடலை பருப்பி அந்த இருக்குல்ல அந்த மாதிரி தான் எடுத்துட்டு வரணும்னு சொல்லியிருக்காங்க. கடலை பருப்பி பிளாஸ்டிக் கொண்டு வரும். അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ് ഓൾറെഡി രാവിലെ ഡ്രസ്സ് ഇട്ടിക്കണു. അത് നമ്മൾ എന്തായാലും നമ്മുടെ തംബ്നെയിലിൽ നമ്മൾ കാണിക്കാം. ഇത് രണ്ടാമത്തെ ഡ്രസ്സാണ് ബർത്ത്ഡേ ബോയ് ഇട്ടിട്ടുള്ളത്. ഇനി ബർത്ത്ഡേ ബോയ്ക്ക് ഇന്ന ഡ്രസ്സ് ഉണ്ട്. അത് നമ്മൾ മാറ്റിയിടും. ബർത്ത്ഡേക്ക് ഡ്രസ്സ് മാറ്റി എൻജോയ് ചെയ്യാൻ വേണ്ടി, അതല്ല മിയാസേ. അപ്പോൾ ഇപ്പുറത്ത് വേറെ ഡെക്കറേഷൻ ഉണ്ട്. ഇതെല്ലാം എൻ്റെ ഡെക്കറേഷൻ ആണ്. ആ ഇതുവരെ കാണിക്കും. ഞാൻ എന്താ ബർത്ത്ഡേ ഒന്നര മണിക്കൂർ ഞാൻ ഇതില് പണിയെടുക്കുന്നു മിയാസെ. 1.5 മണിക്കൂർ ഞാൻ ഇതില്. ഇത് പിന്നെ ഒരു നാഗവല്ലി വരുന്നുണ്ട് ഗൈസ്. ഇതാ നാഗവല്ലി. ഇങ്ങനെ മുടി വെച്ചിട്ട് നടക്കുക. അപ്പൊ സാധനം ഡെക്കറേഷൻ എങ്ങനെ സാധന ഇതില് ഞങ്ങളുടെ 3 പേരുടെ അധ്വാനം ഉണ്ട് ബലൂണില്. നമ്മൾ 3 പേരുണ്ട് ഗൈസ്. ഞങ്ങൾ ഈ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് അറിയണ്ടേ. അപ്പൊ ഇതുപോലെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സാധാ റൈസ് അല്ല, ഇന്ന് ബസുമതി റൈസ്, അതായത് ഇന്ത്യ ഗേറ്റ് റൈസ് വരും. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ് വെച്ചിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി നമ്മുടെ ചിക്കൻ 65, പിന്നെ പായസം എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല. ഓൾറെഡി കേക്കുള്ള ആയതുകൊണ്ട് പായസം വേണ്ട. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുക. പിന്നെ എഗ്ഗ്, പിന്നെ നമ്മുടെ ഓണിയൻ റൈത്തവ, പിന്നെ സാലഡ്. അതാണ്. പക്ഷെ ഇവിടെ 2 സംഭവം ഉണ്ട് ഗൈസ്. 2 കുക്കിംഗ് ഉണ്ട്. ഒന്ന് ബിരിയാണിയും ഉണ്ട്, ഒന്ന് വൈറ്റ് റൈസും ചിക്കൻ ഗ്രേവിയും ഉണ്ട്. അത് വേറെ സംബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ 2 റൈസും ആൾക്കാർക്ക് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി കഴിക്കാം, പെരുംചോറ് വേണമെങ്കിൽ പെരുംചോറ് കഴിക്കണം. മാറ്റി നമ്മൾ എന്ത് വെക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു വൈറ്റ് റൈസ് വെക്കണം. അതാണ് ഒരു ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബർത്ത്ഡേ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ രാവിലെയാണ് കേക്ക് വെട്ടല്. ഇപ്രാവശ്യം ഗൈസ് മറന്നു പോകുന്നു. രാവിലെ അല്ല, നമ്മളെപ്പോഴും ഈവനിങ് സമയത്താണ് നമ്മൾ കേക്ക് വെട്ടല്. നമുക്ക് ഈവനിങ് പുറത്തേക്ക് എവിടേക്കാനൊക്കെ പോകണം പറഞ്ഞാൽ നമുക്ക് ഈവനിങ് കേക്ക് വെട്ടിയിട്ട് പോകുന്നത് നടക്കില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാതും സെറ്റായി തരണം കൊണ്ട്
ശരിക്കും പറഞ്ഞാൽ ഈവനിങ് വെട്ടാൻ കാരണം ചോദിച്ചാൽ രാവിലെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഈ ഡെക്കറേഷൻ ചെയ്യാൻ വൈകുന്നേരമാവും. അപ്പം നമ്മൾ വൈകുന്നേരത്തേക്ക് ആക്കാണ്. ഞാൻ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇത് ഫുള്ള് സെറ്റാക്കിയത് കാരണം കൊണ്ട് ഇപ്പം ഉച്ചക്കെ തന്നെ നമ്മൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കേക്ക് കഴിച്ച് നമ്മുടെ ബിരിയാണിയും കഴിച്ച് നമ്മൾ ബർത്ത്ഡേ നമ്മളങ്ങോട്ട് ആഘോഷിച്ചു കഴിച്ചു. ബർത്ത്ഡേ പോയി അതിന് തലമുറ നടക്കുന്നുണ്ട് കഴിച്ചു. അപ്പൊ ഗൈസ് മിയാസ് തഗ് മിയാസ് നിമേട്ട് മിയാസിന്റെ പേര് തഗ് മിയാസ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ഒരു പോകുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങളെ എക്സൈറ്റ്മെന്റ് ആയ സംഭവം എന്നാ തുറക്കട്ടാ തക്ക് എല്ലാം കണ്ണു മൂടുക. എല്ലാരും കണ്ണു മൂടുங்க. இந்த கேக்ல ஒரு வெரைட்டி இருக்கு. கண்ணு மூடு எல்லாரும் கண்ணு மூடு. மூடிட்டீங்களா? நான் പറയുമ്പോഴാ തുറക്കണം. ഞാൻ சொல்லும்போഴാ തുറക്കണം. நான் சொல்றேன். திறந்துக்கோங்க. நல்லா இருக்கா? மியாஸோட மூஞ்சி என்ன சாப்பிடுறேன். மியாஸ் மூஞ்சி பகுதி எனக்கு கொடுங்க. பின்னாடியா முன்னாடியா? முன்னாடி அந்த குச்சி இருக்கணும்ல. மறந்துட்டேன். நடுவில் சொல்றாங்க. நடுவில் சொன்னா தெரியாது. எதுக்கு அப்படி வைக்கணுமா? ரெண்டு பக்கமும் அப்படியே வை. அப்படியே பத்த வச்சிடணும். கேக்ல ஆவாது. தள்ளி நிக்கிறேன். நில்லு பக்கத்துல இல்லடா. ஒரே மாதிரி கொஞ்ச நேரத்துல மிஸ் ஆயி. அனு ஓட்டிக்கோங்க. ஓகே. அது எடுத்து ரெண்டு எடுத்து வச்சிருந்தாங்க. சூடா இருக்கும். பாரு கேக் நல்லா இருக்கு பிளாக். ஓட்டுங்க. எல்லாம் பாட்டு பாடுங்க வாங்க. ஓ. எனக்கு தெரியாது. யாரு அடிக்கிறது? தெரியாது. அப்படியா? Happy birthday to you. மன பண்ணாதீங்க. Happy birthday to you. குடி. அது வடி. இது எப்படி? குடி. குடி. நிமிஷம். அது இருக்கா? பூவ மாறுது. அதனால பேப்பர் வாங்குறேன். அதனால தான் அந்த ஜிகினா பேப்பர் அது பரவாயில்ல பேப்பர் அது. மியாஸ் பக்கத்துல பூ இருக்கு. நான் எடுத்துமாத. எடுத்துக்கோ. எல்லாம் கொடு. மியாஸ் உன் கால் பிக்கலடா. எனக்கு இவ்வளவு பெருசா? போதும். சனா கொடு. அவசானதா கொடு. மியாஸ் என்னாச்சு? எல்லாருக்கும் கொடுத்தாங்க. மியா பர்த்டே போய்க்கு அது கொடுத்துட்டீங்க. பர்த்டே போய். அங்கேயும் நான் குடிக்கிறேன். பாத்து நான் போதும். ஹாப்பி பர்த்டே. நீ சாப்பிடு. கொஞ்சமா சாப்பிடணும். பால் தலை வேணும். தலை உனக்கு கால கையா இருக்கு வேணும். கையில எனக்கு வேணும். மியாசுங்க வைய இசைச்சு கட்டிக்கலாம். அது ஏன் இசைக்குமா? வைய ஏய்யா மறுபடியும் இருக்கு பாரு. பர்த்டே கூட இல்லை. அது பரவாயில்ல. அது விட்டுலாம். கையில எடுத்து கூட. கையில எடு, அது உடைஞ்சிரும். தலை தான் வேணும். இந்த இருக்கு. தலையை வெட்டி கொடுங்க அம்மாக்கா. ப்ளீஸ். எனக்கு கை வேணும். காலையில ஒரு செருப்பு ஒரு ஆள் போயிருந்து. ட்ரெஸ் எடுக்கணும். அவனுக்கு மியாசுங்க காலில பாதி ഇങ്ങ വന്നിട്ട് നമ്മളെ കേക്ക് മുറി തിന്നലും ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായി. പിന്നെ അടുത്ത പരിപാടി വേറൊരു ചടങ്ങും കൂടിയുണ്ട്. അത് ഒരു ചടങ്ങാണ്. ജസ്റ്റ് എല്ലാവരുടെയും ഒരു സന്തോഷത്തെ മിയാസേ. അപ്പൊ ഫസ്റ്റ് ആരെ കൂപ്പിടുക? ഫസ്റ്റ് ചിന്നത്തിലിരുന്ന കൂപ്പിടുക. ഫസ്റ്റ് സൻകാസിയാണ് കൂപ്പിടുക. വാ സൻകാസി வா வா. செம்மையா இருக்கும். யாரும் எதிர்பார்க்காத எக்ஸைட்மெண்ட் இருக்கிற கிஃப்ட் இருக்கு சனிகாக்கு. அதுவும் மியாசுக்கு பிடிச்ச கிஃப்டே சனிகா வாங்கிட்டு வந்து. காரணம் இது உள்ள நான் தான் பேக் பண்ணி கொடுத்தேன். இது உள்ள എന്താ என்னடா யார் அது?
கக்காச்சி நரோட்டோ. கக்காச்சி நரோட்டோ உனக்கு பிடிச்சது? நீ தானே கேப்ப. இது நரோட்டோ தான்டி. கக்காச்சி இல்லையா அது? நரோட்டோவா? ஆமா. சரி பரவாயில்ல സനാദ എടുത്ത്. കക്കാച്ചി. അപ്പൊ guys നമ്മുടെ സനികാസിന്റെ ഗിഫ്റ്റ് എല്ലാരും കണ്ടില്ലേ. അടുത്തത് നമ്മളുടെ ബ്രോ ബ്രോ കുടി ബ്രോ குடிங்க. பிரிங்க ப்ரோ. குடிங்க. யா. அப்படி இல்லம்மா. அப்படி எல்லாம் ஒரு gift பிரிப்பீங்க. கத்திரிக்கோல் இல்ல. இதுல யாரு? யாருடதெல்லாம்? நரோட்டோ ஃப்ரெண்ட்ஸ். அதே மாதிரி. அதே மென்டல். இது வேற அவ ரெண்டு பேட்டுக்கு அவங்க ஏதாவது gift பண்ணி வச்ச அப்புறம் என்ன? இது என்ன அது தோணுல. ஸ்டிக்கர். இந்த மியாஸ் அடுத்து என் gift. அடுத்து ஃபர்ஸ்ட் நான் கடைசி பெரிய gift கடைசி. மியாஸ் என்னோட gift. பெரிய gift கடைசி பெரிய gift என்னது? சரி. என்னோட gift. இது நல்லா இருக்கு. கஷ்டப்பட்டு தேடுறேன். ஒன்னு சனாக்கு ஒன்னு உனக்கு. அப்படி வாங்கி இருக்கேன். गाइस இது நான் வாங்கியது गाइस. என்னோட gift அது. என் gift பிடிச்சிருக்கா மியாஸ்? டேய் நான் வாங்கி கொடுத்தேன்டா. ഇത് പശ്ചാത്തലം കാട്ടരുത്. ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ ഒരാൾ അളവും. ആ ഒരു ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ശരി രണ്ടുപേർക്കും ഒരേ മാതിരി വാങ്ങിക്കൊടുക്കല്. ഇതിപ്പോ എന്തായാലും തേവപ്പെട്ട സാധനം കൊണ്ട് ഉനക്ക് വരാது. ഇതാണ് പാണ്ടയ്ക്ക് വരാது. സ്പൈഡർമാൻക്ക് தான் வரும். ஓகேவா? ഇത് ഞാൻ ഗിഫ്റ്റ് ഇത് എന്താ സംഭവം വെച്ചാല് ഇത് രണ്ടും എന്റെ ഗിഫ്റ്റാണ്. പക്ഷെ സന എന്ത് പറഞ്ഞു, സനക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നപ്പോ സന നീ കൊടുത്തു പറഞ്ഞു. അപ്പൊ സന ഇത് രണ്ടുപേരും പ്ലാൻ ചെയ്ത് നേരോട്ടും കാക്കാച്ചിയുമായിട്ട് വന്നു. അപ്പൊ அவங்க அப்பா அவனுக்கு சர்ப்ரைஸா ஒரு கேக் வாங்கி கொடுത്തു. அவங்க சர்ப்ரைஸ் அது. இங்க எந்த சர்ப்ரைஸ் இது ஒண்ணு. ஓகே பிடிச்சிருக்கா? நான் சொல்லல இந்த மாதிரி ஐட்டம்ஸ் தான் பிடிக்கும். அடுத்து மியாஸ். அடுத்தது பெரிய gift. அது பெரிய gift. பவுச். பெரிய gift. சீக்கிரம் இருக்கணும். என்ன இருக்கணும்னு கத்திரிக்கோல். கத்தி எடுத்துருவாங்க. சைடுல ஸ்டிக்கர் இங்க பாருடா இங்க பாருடா. தள்ளி 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 தள்ளி. நானே இதுக்குள்ள என்ன இருக்குன்னு எனக்கு தெரியும். நானே பிரிச்சுட்டு என்னப்போ എല്ലാരും ഇതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ரெண்டு பாக்ஸ் இருக்கு. ரெண்டு பாக்ஸ் இருக்கு. തുറങ്ങ കണ്ടുമൂട്. என்னது? டீ கப். അതിൽ என்ன எழுதிருக்கு பாரு. பிரதர் அண்ட் சிஸ்டர். அது உன்னோடது. இது என்னோடது? இது உன்னோடது, அது சனாவோடது. எக்ஸ்சேஞ்ச். ஓகே டன். ஓகே பிடிச்சிருக்கு. இது இவங்க அந்த கேட்டாங்க. ஆனா அவங்களுக்கு தெரியல. നിങ്ങൾക്ക് தெரியும் முதல்ல என்னாச்சு. கப் எப்படி இருக்கு? அப்படியே அட்டப்பட்டில வச்சிருந்தாங்க. நீங்க இப்படி மாத்திக்கோ. சிஸ்டர் பிரதர் மாத்திட்டீங்களா? இது இந்த முதல் நான் குடிச்சுக்கிறது சாய். இது ஒரு கப் சாய் குடிச்சா சீக்கிரமா ஆயிடும். அப்ப இதான எந்த ரெண்டு gift. என்ன வாசம்? அது அப்படிதான் இருக்குது. தெர்மாக்கோல் போட்டதுனால கப்புன்னு அடிச்சு வச்சுட்டு அதனால. அப்போ gift எங்கன்னு அடிப்படையில கப் எங்கன்னு இல்ல சனுக வாய் கொடுத்து நாட்டுல இருந்து நாட்டிய போட போறேன் அப்படின்றா. ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റുകൾ. എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം.